أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فصل لربك وانحر അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കൗസർ ആയത് നമ്പർ 3. അർത്ഥം: അതിനാൽ നീ നിന്റെ നാഥനു വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. ഈ ആയത്തിന്റെ വിശദീകരണം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ തഫ്സീറെ കബീറിൽ നിന്ന് കേൾപ്പിച്ചു വരികയാണ്. മുൻപോട്ട് ഹുസൂർ പറയുകയുണ്ടായി, അതായത് കഴിഞ്ഞ ദർസിൽ കേൾപ്പിച്ചതുപോലെ മുസ്ലിങ്ങളുടെ ത്യാഗത്തിൻ്റെ ഉദാഹരണം ലോകത്തെവിടെയും കാണാത്ത രീതിയിലുള്ള ഉദാഹരണമാണെന്നും അതിലെ ഒരു ഉദാഹരണമെന്ന രീതിയിൽ അഹ്സാബ് യുദ്ധത്തിലെ ചില സംഭവ സാഹചര്യങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. അതിന് തുടർച്ചയായി അതിൽ ശത്രുക്കളുടെ എണ്ണവും അതിന് മറുഭാഗത്ത് മുസ്ലിങ്ങളുടെ എണ്ണവും തമ്മിലുള്ള വളരെ വലിയ വ്യത്യാസത്തിലും അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഒരുപാട് പ്രയാസങ്ങളെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി. മുമ്പോട്ട് ഹുസൂർ പറയുന്നു, ഇവിടെ ശത്രുക്കൾ ഓരോ ഗ്രൂപ്പായി 5 മണിക്കൂർ നിരന്തരമായി യുദ്ധം ചെയ്യുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് വിശ്രമമില്ലാതെ 24 മണിക്കൂർ ഒരേ സംഘത്തിന് മുസ്ലിങ്ങളുടെ ഒരു സംഘം ആ സംഘം തന്നെ 24 മണിക്കൂർ യുദ്ധം ചെയ്യേണ്ടി വരികയും എന്നാൽ ശത്രുക്കളുടെ എതിരെ വെറും ഈ മുസ്ലിങ്ങളുടെ അംഗബലമെന്ന് വെച്ചാൽ ശത്രുക്കളുടെ എതിരെ വെറും അവരുടെ 1/4 മാത്രം, അതായത് ശത്രുക്കളുടെ 5 ഗ്രൂപ്പുകളിൽ ഒരു ഗ്രൂപ്പിൻ്റെ അംഗത്തിൻ്റെ 1/4 ഭാഗം മാത്രം എണ്ണമുണ്ടായിരുന്ന മുസ്ലിം യോദ്ധാക്കൾക്ക് അവർക്ക് ഈ ഒരു രീതിയിലായിരിക്കും അവർക്ക് നേരിടേണ്ടി വരിക. അതിൻ്റെ കാരണത്താൽ അവർക്ക് മുസ്ലിങ്ങൾക്ക് ഒരു തരി ഉറങ്ങാൻ പോലും അവസരം ലഭിച്ചില്ല. ചരിത്രത്തിൽ വരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദിവസം ഉറങ്ങാതെ ഉണർന്നിരിക്കേണ്ടി വന്നു. ആ ഒരു സാഹചര്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഒരു ഭാര്യയോട് പറയുകയുണ്ടായി, ഞാൻ ഉറങ്ങിയിട്ട് ഒരുപാട് ദിവസമായി. ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ആരോഗ്യത്തിനു വേണ്ടി ഞാൻ കുറച്ചു നേരം ഉറങ്ങേണ്ടതാണ്. എന്നാൽ ശത്രുക്കൾ 4 ഭാഗത്ത് നിന്ന് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഉണർന്നിരിക്കേണ്ടതും വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അഥവാ ആരെങ്കിലും നമ്മുടെ കൂടാരത്തിന് കാവൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അല്പം വിശ്രമിക്കാൻ സാധിക്കുമായിരുന്നു. ഈ ഒരു സമയത്ത് പുറത്തുനിന്ന് ആയുധങ്ങളുടെ ശബ്ദം കേൾക്കുകയുണ്ടായി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണത്? അത് ഒരു അൻസാരി സ്വഹാബിയായിരുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, യാ റസൂലുള്ളാഹ്, ഞാൻ ഒരുപാട് ദിവസമായി താങ്കളെ കാണുന്നു. താങ്കൾ ഉറങ്ങാതെ ഉണർന്നിരിക്കുന്നതായി ഞാൻ കാണുന്നു. ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഇടയിൽ കുറച്ച് ഇടവേള ലഭിച്ചപ്പോൾ ഞാൻ കൂടാരത്തിന് കാവൽ നിൽക്കാൻ വന്നതാണ്. അങ്ങനെ താങ്കൾക്ക് കുറച്ചു നേരം ഉറങ്ങാൻ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തൊരു ത്യാഗം! ഈ ഒരു ത്യാഗവും ഈ ഒരു സ്നേഹവും എത്ര മനോഹരമായ ഉദാഹരണമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദിവസം ഉണർന്നിരുന്നപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണിച്ചു പോകുമ്പോൾ മറ്റൊരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ പോലെ തന്നെ ഉണർന്നിരുന്ന മറ്റൊരു സഹാബി ഉടനെ വന്ന്, ഞാൻ കാവൽ നിൽക്കാം, താങ്കൾ ഉറങ്ങുക എന്ന് പറഞ്ഞ ഈ ഒരു ഉദാഹരണം ബുഖാരി കിതാബുൽ ജിഹാദ്. ഇതുതന്നെയാണ് അല്ലാഹു ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. നീ ദുആ ചെയ്യുക, വലിയ വലിയ ത്യാഗങ്ങൾ ചെയ്യുക. നീ നേരിടാൻ പോകുന്നത് വലിയ ശക്തമായിട്ടുള്ള എതിർപ്പിനെയാണ്. അഥവാ നീ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്താൽ തീർച്ചയായും നിന്റെ ഈ നന്മയുടെ ആധിക്യം ശത്രുക്കളുടെ മുകളിൽ
നിനക്ക് വിജയം കൊണ്ടുവരുന്നതാണ്. അങ്ങനെ ആ പറഞ്ഞതുപോലെ തന്നെ നടന്നു. ആ ദുആകൾ കാരണം, ആ ത്യാഗങ്ങൾ കാരണം കൗസർ സ്ഥാപിതമായി. അങ്ങനെ ശത്രുക്കളുടെ എതിർപ്പ് അവസാനിക്കുകയുമുണ്ടായി. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിൻ്റെ വാർത്തകൾ അള്ളാഹുവിൽ നിന്ന് കരസ്ഥമാക്കി അള്ളാഹുവിൻ്റെ സമക്ഷം വളരെയധികം ദുആ ചെയ്യുകയുമുണ്ടായി. അപ്പോൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള ധൈര്യം അള്ളാഹു നൽകുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, മസീഹ് വ മഹദി, മസീഹും മഹദിയും വെളിപ്പെട്ടാൽ മുസ്ലിങ്ങൾ നിർബന്ധമായും മുട്ടുകുത്തി പോകേണ്ടി വന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോകേണ്ടതാണ്. ഇബ്നു മാജ. അതുപോലെ മറ്റൊരിടത്ത് ഇങ്ങനെ പറയുകയുണ്ടായി, എൻ്റെ സലാം അദ്ദേഹത്തിന് എത്തിക്കേണ്ടതാണ്. സലാം, സലാം എന്ന് വെച്ചാൽ ശാന്തിയുടെ പ്രാർത്ഥനയാണ്. സലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തോട് പറയുക, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്കു വേണ്ടി, അതുപോലെ താങ്കളുടെ പ്രവർത്തനത്തിൻ്റെ വിജയത്തിനു വേണ്ടി ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ എതിർപ്പിനെ ഭയക്കേണ്ടതില്ല, ശത്രുക്കളെ ഭയക്കേണ്ടതില്ല. താങ്കൾ വളരെ ശാന്തിയോടെ പ്രവർത്തിക്കുക. അവസാനത്തെ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിൽ പറയുന്നു, നമ്മുടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് വേണ്ടി അള്ളാഹു ഒരു ആത്മീയ പുത്രനെ നൽകിയിരിക്കുന്നു. അത് വളരെ പ്രൗഢി നിറഞ്ഞിട്ടുള്ളതാണ്. ഏതുപോലെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആളുകൾ ദൈവത്തിന് നന്ദി അറിയിക്കുന്നുവോ, ആടുകളെ ബലിയർപ്പിക്കുന്നുവോ, അതുപോലെ തന്നെ ഈ പ്രൗഢി നിറഞ്ഞ മകൻ്റെ ജനനത്തിൽ അള്ളാഹുവിന് പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ടും വലിയ വലിയ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടും അള്ളാഹു ഈ മാർഗത്തിലൂടെ താങ്കളുടെ നാമം നിലനിർത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിൻ്റെ വിശദീകരണം അടുത്ത ദറസ് മുതൽ കേൾക്കുന്നതായിരിക്കും. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.